പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിനെ ഫേസ്ബുക്കിനെ പൂട്ടിടുകയാണ്. ജന്തർ മന്ദറിലെ സമരത്തെ ആളിക്കത്തിച്ചത് ഇൻസ്റ്റാഗ്രാമാണ്. അതുകൊണ്ട് ഒരാഴ്ചയായി ഇൻസ്റ്റാഗ്രാമിന്റെ ഉടമകളായ മെറ്റയുടെ ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ വിളിച്ചു വരുത്തി പേടിപ്പിക്കുകയാണ്. ഇതേ മെറ്റയുടെ വാട്സാപ്പിലൂടെയാണ് സംഘപരിവാർ ആകെയും BJP പ്രത്യേകിച്ചും വളർന്നതെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം തലമുറ വാട്സപ്പ് തലമുറയെ മറികടന്നിരിക്കുന്നു. അത് പറ്റില്ല. കാര്യങ്ങൾ BJPയുടെ നിയന്ത്രണത്തിൽ തന്നെ പോകണം. ഇനിയാണ് യുദ്ധം, പൊരിഞ്ഞ യുദ്ധം. ദ ഹിന്ദു ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. ജന്തർ മന്ദറിലെ പ്രതിഷേധം ആളിക്കത്തിച്ചതിൽ ഇൻസ്റ്റാഗ്രാമിന്റെ പങ്കിനെപ്പറ്റി ചൂടുപിടിച്ച ചർച്ച നടക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരും മെറ്റയും തമ്മിലുള്ള കൂടിക്കാഴ്ച. കടുത്ത സ്ക്രൂട്ടിനി, സമഗ്ര പരിശോധനയാണ് മെറ്റയെ അഴിച്ചുപെറുക്കി നടത്തുന്നത് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ. ജന്തർ മന്ദർ സമരത്തിൽ മെറ്റയുടെ നിയന്ത്രണത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും അൽഗോരിതം മാനിപ്പുലേറ്റ് ചെയ്ത് സർക്കാരിനെതിരെ അതൃപ്തി വളർത്തി എന്നതാണ് മെറ്റയിൽ കേന്ദ്ര സർക്കാർ ആരോപിക്കുന്ന കുറ്റം. പ്രധാനമന്ത്രിക്കെതിരെ നീചമായ റീലുകളുടെ പെരുമഴ തന്നെ മെറ്റ പ്രോത്സാഹിപ്പിച്ചു അത്രേ. സമരം റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഗോദി മീഡിയ മാധ്യമ പ്രവർത്തകർക്ക് ചില്ലറ തല്ലൊന്നുമല്ല കിട്ടിയത്. പലരെയും കൂകി വിളിച്ച് യാത്രയാക്കി. പോലീസുകാർ തല്ലാൻ വരുമ്പോൾ തിരിച്ചു പേടിപ്പിക്കാനും ആളുണ്ടായി. കേന്ദ്ര സർക്കാരിന് ഉറപ്പാണ്, സമരം വളർന്നത്, സമരക്കാർ മോദിയെ ഭയക്കാത്തത് അൽഗോരിതത്തിന്റെ സഹായത്താലാണ്. അതായത് മെറ്റയെ പാഠം പഠിപ്പിക്കണം. കേന്ദ്ര സർക്കാർ പറയുന്നത് മെറ്റയ്ക്കിനി നിയമപരിരക്ഷയുണ്ടാകില്ല എന്നാണ്. മെറ്റ മാപ്പ് പറയണമെന്നായിരുന്നു നിഷികാന്ത് ദുബൈയുടെ പാർലമെന്ററി സമിതി ആവശ്യപ്പെട്ടത്. മെറ്റ മാപ്പ് പറഞ്ഞു. അവിടെ അവസാനിക്കുന്നില്ല. സമരത്തിന്റെ അടിവേരാണ് ഇൻസ്റ്റാഗ്രാം. ആ അടിവേര് അറക്കണം. ഇതിലെന്തോ ഗൂഢാലോചനയുണ്ടോ എന്നും BJPക്ക് സംശയമുണ്ട്. ജൂലൈ 23 പ്രധാനമന്ത്രിയുടെ ഫ്രണ്ട്സ് വീഡിയോ ഓർമ്മയില്ലേ? 5 മണിക്കൂർ നേരം ഈ വീഡിയോ അപ്രത്യക്ഷമായി. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്യപ്പെട്ടത് ഒരു അബദ്ധമാണ് എന്നാണ് മെറ്റ വിശദീകരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പോസ്റ്റിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം പെട്ടെന്ന് കുതിച്ചുയർന്നതിനെ തുടർന്ന് അതൊരു ഡീപ് ഫേക്ക് പോസ്റ്റ് ആണെന്ന് മെറ്റയുടെ ആഭ്യന്തര AI സംവിധാനം തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണ മൂലം പോസ്റ്റ് നീക്കം ചെയ്തുവെങ്കിലും അത് വളരെ വേഗം പുനഃസ്ഥാപിച്ചു. അതാണ്, അല്ലാതെ വിദ്യാർത്ഥികളുടെ പക്ഷം ചേർന്ന് നരേന്ദ്രമോദിയുടെ പോസ്റ്റ് മുക്കിയതല്ല. ഇങ്ങനെ പേടിക്കലടാ. മെറ്റയെ മാത്രമല്ല, സ്നാപ്ചാറ്റ്, ഗൂഗിൾ, എക്സ്, യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമ ഭീമന്മാരെ ആഭ്യന്തര IT ഇലക്ട്രോണിക്സ് വിഭാഗങ്ങൾ വിളിച്ചുകൂട്ടി പേടിപ്പിച്ചിട്ടുണ്ട്. സമരകാലം ഓർമ്മയില്ലേ? ഇന്റർനെറ്റ് തടഞ്ഞു. ഇന്റർനെറ്റ് തടഞ്ഞപ്പോൾ ഇന്റർനെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബിറ്റ്ചാറ്റ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ ആശയവിനിമയം നടത്തി. അപ്പോൾ ബിറ്റ്ചാറ്റിന്റെ സോഴ്സ് കോഡ് ഗിറ്റ്ഹബിൽ നിന്ന് നീക്കം ചെയ്തു. എല്ലാ ഏകാധിപതികളും ചെയ്യുന്നതേ നരേന്ദ്രമോദിയും ചെയ്യുന്നുള്ളൂ. BJPക്ക് വാട്സാപ്പ് എന്ന വ്യാജ യൂണിവേഴ്സിറ്റി മതി. ഒറ്റ സമരത്തിൽ അൽഗോരിതം മാറി വീശിയപ്പോൾ BJP വിയർത്തു പോവുകയാണ്. വിദ്യാർത്ഥി സമരം ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതി തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളുടെ, ഇൻസ്റ്റാഗ്രാമിന്റെ വളർച്ചയോടെ വാട്സാപ്പ് ഫോർവേഡുകളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെ, അതിലെ വ്യാജ ഫോർവേഡുകളെ പരിഹസിക്കുകയാണ് പുതിയ തലമുറ. IT സെല്ലിന്റെ അത്തരം കുതന്ത്ര പ്രചാരണങ്ങളെ പരിഹാസ വീഡിയോകൾ കൊണ്ട് നേരിടുമ്പോൾ തടുക്കാനാകുന്നില്ല BJPക്ക്. അതിന്റെ പുളച്ചിലാണ് ഇപ്പോൾ കാണുന്നത്. പ്രതികാര നടപടികൾ ഇനിയുമേറെ ഉണ്ടാകും. കേസുകൾ, വിദേശ ഫണ്ടിംഗ് ആരോപണങ്ങൾ, ഇതൊക്കെ താങ്ങാനുള്ള കരുത്ത് മെറ്റയ്ക്കുണ്ടായില്ലെങ്കിലും ജെൻസിക്കുണ്ടാകുമെന്നതാണ് ആശ്വാസം.